what is the difference between static web page and a dynamic web page? Static web pageലെ പ്രത്യേകത ഇറ്റ് റിമെയിൻസ് ദ സെയിം അൺടിൽ ചേഞ്ച്ഡ് മാനുവലി. ഒരാൾ ചേഞ്ച് ചെയ്യുന്നത് വരെ അത് അതുപോലെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് യൂസേഴ്സ്. ഡൈനാമിക് വെബ് പേജ് ആണെങ്കിൽ ഓരോരുത്തർക്കും അവർ കയറുമ്പോൾ അതനുസരിച്ച് അവരുടെ ഡീറ്റെയിൽസ് അതിൽ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കുന്നു. ഇനി HTML, ജാവാസ്ക്രിപ്റ്റ് ഇതുപോലുള്ള ലാംഗ്വേജുകൾ യൂസ് ചെയ്തിട്ടാണ് വെബ് പേജ് ഉണ്ടാക്കുന്നത്. സ്റ്റാറ്റിക് വെബ് പേജിൽ ASP.NET ഇതുപോലുള്ളതാണ് നമ്മൾ ഡൈനാമിക് വെബ് പേജ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. ലെസ് കോംപ്ലെക്സ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്നു സ്റ്റാറ്റിക് വെബ് പേജ്. അതേസമയം ഡൈനാമിക് വെബ് പേജ് നല്ല കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ അതിനെപ്പറ്റി നന്നായി പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ലെസ് ടൈം ഫോർ ലോഡിങ്, നമുക്ക് ലോഡ് ചെയ്ത് വരാൻ വലിയ ടൈമൊന്നും ആവശ്യമില്ല സ്റ്റാറ്റിക് വെബ് പേജിൽ. പക്ഷേ മോർ ടൈം നീഡഡ് ഫോർ ലോഡിങ് ഇൻ ഡൈനാമിക് വെബ് പേജ്. ഡൈനാമിക് വെബ് പേജിൽ ലോഡ് ചെയ്ത് വരാൻ ടൈം എടുക്കും. സ്റ്റാറ്റിക് വെബ് പേജ് ഡാറ്റാബേസ് നോട്ട് റിക്വയർഡ്. ഒരു വെബ് പേജ് വെറുതെ ഉണ്ടാക്കാൻ നമുക്കൊരു ഡാറ്റാബേസ് ആവശ്യമില്ല. പക്ഷേ ഡൈനാമിക് വെബ് പേജിൽ നമുക്ക് ഡാറ്റാബേസ് ആവശ്യമുണ്ട്. ഡാറ്റാബേസിലേക്കാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതും അവിടെ നിന്നാണ് നമ്മൾ ഡാറ്റ ആക്സസ് ചെയ്യുന്നതും. ഇതെല്ലാമാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം.